ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ യഥാസമയം ക്ഷീര കർഷകർക്ക് നൽകണമെന്ന് മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മിൽമ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ 10 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് എറണാകുളം യൂണിയൻ ആവശ്യപ്പെട്ടുള്ളത്. വില വർധനം അനിവാര്യമാണെന്നാണ് തിരുവനന്തപുരം യൂണിയനും ആവശ്യപ്പെട്ടിട്ടുള്ളത്. മലബാർ മേഖലയിലെ യൂണിയനും ഫെഡറേഷൻ യൂണിയൻ ചെയർമാനും മലബാർ മേഖലയിലെ ചെയർമാനും കേസ് മണിയായ സ്ഥിതിക്ക് പാൽവില വർദ്ധിപ്പിക്കില്ല എന്നുള്ള തിട്ടൂര മനോഭാവമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരെ പ്രതിഷേധവുമായിട്ട് മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന 29-ാം തീയതി ചൊവ്വാഴ്ച കുന്നമംഗലം മിൽമയുടെ ഓഫീസിലേക്ക് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ കർഷകരെയും അണിനിരത്തിക്കൊണ്ട് ധർണയും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കാനാണ് MDFയുടെ തീരുമാനം. പാലിന്റെ സംഭരണ വില വർദ്ധിപ്പിക്കുക, കാലഹരണപ്പെട്ട മിൽമ ചാർട്ട് പുനഃക്രമീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്ഷീര കർഷകർ നടത്തിയ പ്രക്ഷോഭത്തിൽ മലബാർ മേഖല യൂണിയൻ ചെയർമാനെടുത്ത പരോക്ഷ നിലപാടിൽ പ്രതിഷേധിച്ച് മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ 29 ചൊവ്വാഴ്ച 10:30 കുന്നമംഗലം മിൽമ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നു. എറണാകുളം യൂണിയനും തിരുവനന്തപുരം യൂണിയനും വില വർധനവ് ആവശ്യപ്പെട്ട് ഫെഡറേഷനെ സമീപിച്ചപ്പോൾ മലബാർ യൂണിയൻ അതിനെ തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കോടിക്കണക്കിന് രൂപ കർഷകരെ സഹായിക്കാൻ എന്ന പേരിൽ സർക്കാർ വിനിയോഗിക്കുമ്പോൾ സാധാരണക്കാരായ കർഷകരിലേക്ക് 1 രൂപ പോലും എത്തിച്ചേരുന്നില്ല. സർക്കാരും മിൽമയും നൽകുന്ന സബ്സിഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പാലിനും പണമായിട്ട് കർഷകരുടെ അക്കൗണ്ടിൽ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മനാഫ് ഈങ്ങാപ്പുഴ, സെക്രട്ടറി ഷിജിൽ തൊണ്ടയാട്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഷൈമ പി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 11ാമത് റിവർ ഫെസ്റ്റിവലിന് ചാലിപ്പുഴയിൽ